ഈ കാണുന്നത് ഗ്രാമത്തിലുള്ളൊരു ഇലക്ട്രിക് ഷോപ്പാണ്. നമുക്ക് കഫേ നോക്കിയിട്ട് പോകാം രാത്രി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നേരെ കാണുന്നതാണ് പള്ളി. ഉണ്ടാവും വണ്ടി ഉണ്ടാവും, സാധനങ്ങളും കയറ്റിയിട്ട് കച്ചവടത്തിന് പോകുന്ന വണ്ടി. സമയത്രേ രാത്രി 11 കാലായി. ഇപ്പം കച്ചവടം നടക്കുന്നുണ്ട്. അങ്ങനെ ഒതന്റിക് കഹുവ ടേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഒതന്റിക് കഹുവ. ഫസ്റ്റ് എക്സ്പ്രഷൻ നല്ല ഒതന്റിക് കഹുവ ടേസ്റ്റ് നോക്കാം. നല്ല ടേസ്റ്റ്. 4 പറയണ്ടേനു, ഒന്നാമതി ടേസ്റ്റ് ഒക്കെ. ഈ മനുഷ്യനാണ് നമ്മളെ ചതിച്ചത്. ആവേശത്തിൽ 4 എടുത്ത് ഓർഡർ ചെയ്ത്. വയലൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട്. ഇവിടെ നല്ല രസമുള്ള ഡ്രിങ്ക് കൊണ്ടാ യോഗേർട്ട് ഡ്രിങ്ക് ആണ് ഇത്. സ്ട്രോബെറി. നമ്മൾ നേരത്തെ മാംഗോ കുടിച്ചു. മാംഗോ കുടിച്ചു നമ്മള് ഇവിടുന്ന് നീ ഉണ്ടായിട്ടില്ല. നമ്മൾ ഇന്ന് നിൽക്കുന്ന സാഹയാണിത്. ഈ സാഹ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഗുരുദ്വാര സെറ്റപ്പ്. ഗുരുദ്വാര അറിയില്ലേ? നമുക്ക് ഇവിടെ വന്നിട്ട് എപ്പം വേണമെങ്കിലും താമസിക്കാം, എത്ര വേണമെങ്കിലും താമസിക്കാം. ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടും. ഇവിടെ ഒരു ചൈനക്കാരുണ്ട്, ചങ്ങായി 1 മാസമായിട്ടേ ഇവിടെ. അപ്പോൾ ഈ സാഹേൻ്റെ മെയിൻ ഷെയ്ഖിനെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഷെയ്ഖിൻ്റെ ഇതാണ് സാഹയാണിത്. അതുപോലെ തന്നെ അലിജുമ അല്ലേ, അപ്പുറമുണ്ട് അലിജുമ എന്ന് പറയുന്ന ഷെയ്ഖിൻ്റെ സാഹയുണ്ട്. ആ സാഹയെല്ലാം കുറച്ചും കൂടി വൻ സെറ്റപ്പുള്ള സാഹകളാണ്. റൂമും കാര്യങ്ങളെല്ലാം നല്ല വലിയ റൂമ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യുക, വണ്ടിയൊന്നും എടുക്കാണ്ട് വന്നാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരാഴ്ചയെല്ലാം നിന്നിട്ടെല്ലാം പോകും. അതെ, ചൈനക്ക് നമ്മളൊരു മാസമെല്ലാം ഇവിടെ നിന്നിട്ട് മെല്ലെ പോയാൽ മതി. ഇവിടുത്തെ കറിയകളിലെല്ലാം പോയി നാട്ടുകാരെല്ലാം നല്ല സെറ്റപ്പാണ്. നാളെ രാവിലെ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ കുറച്ച് കറിയെല്ലാം കാണാൻ വേണ്ടി പോകും. അവിടെ തന്നെ ഒരു മലയുണ്ട്, അത് കയറും. ഇപ്പം സമയത്തിനാ 1:45. നമ്മളവിടെ ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് ആടെ ഇരുന്ന് വെറുതെ വർത്താനം പറഞ്ഞാൽ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. എന്ത് പിന്നെ മറ്റേ എന്തായാലും ഒരു അസറിനെ എങ്ങനെ വരിക എന്നെല്ലാം ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തത്. അതിനെക്കുറിച്ചിട്ടുള്ള കുറേ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കലുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഓർഡർ ചെയ്തിട്ടായാലും വല്ലോ കോമഡി. 4 ഓർഡർ ചെയ്തത്, എന്നിട്ട് 4 തിരിച്ചു കൊടുത്ത്. അപ്പോൾ അതെല്ലാം കുടിച്ച് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കലേനും. കാരണം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. പിന്നെ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് കുറച്ച് ദിവസം കൊണ്ട് കുറച്ചും കൂടി പഠിച്ചിട്ട് ഇടാം. ഇന്ന് രാവിലെ 3 മണിക്കാണ് നേരത്തെ സാഹയിൽ അത്താഴം സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് ഐഷാണെന്നാണ് തോന്നുന്നത്. ഒപ്പരം വേറെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഇത് ആൾക്കാരിലൂടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. ആരും ഉറങ്ങലില്ല തോന്നുന്നു കേട്ടോ. എല്ലാം രാവിലെയാന്ന് തോന്നുന്നു അവർക്ക്. സുബിൻ സ്കെച്ച് ഉറങ്ങലായിരിക്കും. നല്ല വൈബ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ജാക്കറ്റ് എടുത്ത ഭാഗ്യം. ജാക്കറ്റ് എടുക്കേണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ തണുപ്പുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് എടുക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ജാക്കറ്റ് എടുത്ത ഭാഗ്യം. നല്ല തണുപ്പാണ്. ഇത്രയും നേരം അവിടെ പുറത്തിരുന്ന് നല്ല ഇരുന്ന് വർത്താനം പറയാൻ പറ്റിയ സ്ഥലം. അതിന് അത്താഴം കഴിച്ച് എനിക്ക് ഉറക്കം ഇതെന്താ വെച്ചാൽ വണ്ടിയിൽ നല്ലോണം ഉറങ്ങാനുണ്ട്. കാരണം അത്രയും കിലോമീറ്റർ ഓടാനുണ്ട് വണ്ടിയിൽ. ഭയങ്കര ഇടങ്ങാറ് ഇരിക്കൽ. അപ്പോൾ ഉറക്കം വേണ്ടേ. വണ്ടി ഏതായാലും നാളെ രാവിലെ മലയെല്ലാം കയറി സെറ്റാക്കാം. നല്ല കട്ടൻ കുടിക്കുന്നുണ്ട്. കാവ് കുടിച്ച ക്ഷീണം മാറ്റി പുതപ്പെടുത്തിട്ടില്ല. ഷാള് പുതപ്പ് അതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല കരിമ്പടം പൊതിച്ചുറങ്ങാം. പക്ഷെ ആടെ കിടന്നാലും എണീക്കില്ലല്ലോ, അതുകൊണ്ട് കഷ്ടപ്പെട്ടു. ഐസും ചിക്കനും അങ്ങനെ ആഗ്രഹിക്കണ്ട. ഐസ് മാത്രം. തണ്ണിമത്തനല്ല, മത്തങ്ങ ഉണ്ട്. മത്തങ്ങ ഇതിൻ്റെ സെറ്റപ്പിലാണ് വെച്ചാൽ. ഇതെന്താ പള്ളിയാ? ഇപ്പോഴുള്ള പള്ളിയാ? സെറ്റ്. മേലെ നോക്കോ, മേലെ നോക്കിയാ മഴ പെയ്ത എല്ലാം ഉള്ളിലുണ്ടാവും. ഇവിടെ മഴ പെയ്യൂല. കട്ടൻ ചായ കണ്ട വെള്ളം ഇതെല്ലാം ഉണ്ട്.
ഈ റൂമിൽ നമ്മൾ ഉസ്താമാരെല്ലാം കിടന്നുറങ്ങുന്നുണ്ട്. നമ്മളപ്പുറത്തെ റൂമിലാണ്. ഇതാ മേലെ ഓപ്പണാ ഫുള്ള്. പള്ളി രാവിലത്തെ അത്തായം. ഫുൾ ഐസ്. അത് കാണിക്കില്ലേ? കരിഞ്ഞു പോയി ഐസ്. എല്ലാം കഴിഞ്ഞിട്ട് ഇല്ല, അത് കഴിഞ്ഞിട്ടില്ല. ഐസ് കണ്ടില്ല പറഞ്ഞില്ലേ? ഇതാണ് ഐസ്. ഐസ് എന്താണെന്ന് കുറേ ആൾ വെച്ചിട്ടുണ്ട്. ഇതാണ് ഐസ്. ഐസിന് 2 ടൈപ്പ് ഉണ്ട്. അത് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം. മാത്രം ഐസിനെ കുറിച്ച് മാത്രമേ വീഡിയോ. മാത്രമുണ്ട്. സവാള അരിയ, തക്കാളി അരിയ, മുട്ടട്ട മുട്ടക്കറി, മീനിട്ട മീൻ കറി, ഇറച്ചിട്ട ഇറച്ചിക്കറി. ഐസ് എടുക്കുക, ചീസ് കൂട്ടുക, ജ്യൂസാണ് എടുക്കുക, അടിക്കുക. നല്ല വിഭവ സമൃദ്ധമായ ഫൂല്, എന്തോ സാധനം, സാലഡ്, ചീസ്, കുറച്ച് ചീസ് കൂട്ടുക. ഫൂലെൻ്റെ ഫേവറേറ്റ് ആണ്. ഇതുപോലെ ഫൂലെടുക്കുക, അടിക്കുക. നല്ല അത്തായം. ഈ കാണുന്നതെല്ലാം കടകളാണ്. രാവിലെ ഫുള്ള് ഓഫായിട്ടുള്ള റമദാൻ മാസമല്ലേ. റമദാൻ അല്ലെങ്കിലും ഇവരിങ്ങനെ തന്നെയല്ലേ ഉണ്ടാവല്ലേ. രാത്രി എത്ര നമ്മളെന്നെ ഇന്നലെ 2 മണി വരെ ഒരു പീടിയിൽ ഇരുന്നിട്ടുണ്ടായി. ഇതൊന്നും ആരും എടുത്തുകൊണ്ടുപോയില്ല. പൂട്ടിട്ടിന് നമ്മൾ വലിയ കള്ളന്മാരാകല്ല. പൂട്ടിട്ടിന് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല കിടിലൻ സ്കൈ. നമ്മളങ്ങനെ സാഹയിൽ നിന്ന് ഉറങ്ങി എണീച്ച് ഇങ്ങനെ കറിയ കാണാൻ വേണ്ടിയിട്ട് വെറുതെ കറിയിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി. നല്ല പഞ്ഞി ബെഡ്. ഇതാ സുഖം ഉറങ്ങാൻ. നല്ല കരിമ്പടം മുറിച്ച് ഉറങ്ങാണ്ടല്ലോ, നല്ല രസം. അവിടെ നിന്ന് ഉറങ്ങി എണീച്ച് നേരെ കറിയ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇനി കറിയാന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഗ്രാമം. ഇവിടെയെല്ലാം നല്ല ഗ്രാമത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രാത്രി ഒരു ഇത് കാണിച്ചിട്ടുണ്ട്, ആട് ഫാം എന്ന് പറഞ്ഞിട്ട്. അതാണിത്. എന്താ സെറ്റപ്പ്, ആൾക്കാർക്ക് അറിയില്ല ഇത്ര സെറ്റപ്പുള്ള ഇത്. ഫുൾ ആടാണ്. സ്കൈ നോക്കിയേ, ആകാശം നല്ല നീല, നല്ല രസമുണ്ട്. ഈ കാണുന്നതാണ് പള്ളി. നല്ല രാത്രി കാഴ്ചകൾ കണ്ട പള്ളിയാണ് ഈ കാണുന്നത്. ഇപ്പം നമ്മൾ എന്താക്കാണ്, ഒരു മല കയറിക്കൊണ്ടിരിക്കല. അതായത് ഷാദുലിമാമ ഹജ്ജിന് പോകുന്ന സമയത്താണ് ഇവിടുന്ന് മരണപ്പെട്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് ഇബാദത്ത് ചെയ്തൊരു മലയുണ്ട്. ആ മല കയറിക്കൊണ്ടിരിക്കല. ഈ കാണുന്നതാണ് ഷാദുലിമാമ ഇബാദത്ത് ചെയ്ത മല. ഇവിടുന്ന് നോക്കിയാൽ ഉമൈസറ മൊത്തം കാണാം. ഇവിടെ 2 ബോർഡറാണുള്ളത്. ഒന്ന് സുഡാൻ ബോർഡർ, പിന്നെ സൗദി ബോർഡർ. ഇവിടുന്ന് നേരെ നോക്കിയാൽ മദീന കാണാം. പണ്ട് നമ്മളിപ്പോൾ കേൾക്കില്ല, ഷാദിലി ബാബിനെല്ലാം കാണാൻ പറ്റും. ഓക്കെ, മലൻ്റെ മേലെ നിന്ന് കാണുന്ന ഒരു വ്യൂ നോക്കൂ, എന്താ ഒരു രസം. കറിയ കാണാൻ വേണ്ടി പോകണമെന്നുണ്ട്, ഗ്രാമം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ഇത് കയറുമ്പം തന്നെ തൊണ്ട വറ്റി, നല്ല വെയിൽ, ക്ഷീണമായി. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനുണ്ട്, അതും കൂടി ടാസ്ക്കാണ്. അതുകൊണ്ട് നമ്മളത് വേറെ ഗ്രാമത്തിലേക്ക് മാറ്റി വെച്ചു. ഇതിനേക്കാണെങ്കിൽ നല്ല ഗ്രാമങ്ങൾ വേറെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഗ്രാമങ്ങൾ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇവിടെ എന്താ പറയുക, ഒരു ചെറിയ സ്ഥലത്ത് ഒരുപോലത്തെ കുറച്ച് വീടുകളുണ്ടെന്ന് മാത്രം. നമ്മൾ മേലെ നിന്ന് കണ്ട സംഭവം തന്നെ ശരിക്കും നല്ല കിടിലം ഗ്രാമങ്ങളും തോട്ടങ്ങളിലുള്ള നല്ല ഗ്രാമങ്ങൾ വേറെ ഉണ്ട്. അവിടെയെല്ലാം നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഗ്രാമങ്ങളൊക്കെ അങ്ങനെ കാണിക്കാം. ഇന്ന് ഏതായാലും ഈ ഗ്രാമം നമ്മൾ സ്കിപ്പ് അടിക്കുകയാണ്. തളർന്നു, മേലെ എത്തുമ്പോഴത്തേക്ക് തൊണ്ട വറ്റി. ഇന്നലെ രാത്രി വരെ ഉണ്ടായ പ്ലാൻ എന്ന് പറഞ്ഞാൽ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാം കറങ്ങാന്നുള്ളതാണ്. പക്ഷെങ്കിൽ
ഉറങ്ങിയത് എത്ര മണിക്കാ? 3 മണിക്ക് അത്താഴം കഴിച്ച് 3:30-4 മണിക്കായിട്ടാണ് ഉറങ്ങിയത്. ആ ഉറക്കം നല്ലോണം ഉറങ്ങി. സുബഹി നിസ്കരിച്ച് നല്ല ഉറക്കം ഉറങ്ങി. അതുകൊണ്ട് വെയിലായതുകൊണ്ട് എവിടെ പോകാൻ കഴിയുന്നില്ല. ഇദ്ദേഹം തളരുന്നു. വലിയ ചൂടില്ലാന്നുണ്ടെങ്കിലും വെയിലിന് ഭയങ്കര ശക്തിയുണ്ട്. അങ്ങനെ മല നടന്ന് താഴെത്തി. ഇവിടെ നല്ല ആടുണ്ട്. എന്താ ഒരു ശബ്ദം. നല്ല രസമുണ്ടല്ലേ കരച്ചിൽ. അപ്പോൾ ഇന്നത്തെ ജുമ ഇവിടെയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ജുമ നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ കൈറോ ആവുന്ന തറവാട്ടിലേക്ക് പോകുന്നതാണ്. എനിക്കൊന്ന് ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് നമ്മൾ കരിഞ്ഞങ്ങെത്തും. ഫുള്ള് വെയിലാണ്. ക്ലാസ്സിന് പോകുന്ന സമയത്ത് പിന്നെ വണ്ടി ഇറങ്ങിയിട്ട് ആവും കുറേ വെയിലത്ത് നടക്കണം. തളർന്നു പോകും. അന്ന് ക്ലാസ്സിന് പോയാൽ അന്നാണ് ആദ്യമായിട്ട് തലവേദന എടുത്തത്. വൻ വെയിൽ. പള്ളി നോക്കി ആ ആകാശവും പള്ളിയും എന്താ രസമാണ്. പള്ളിൻ്റെ പുറത്തെ സ്ഥലങ്ങൾ ഈ പള്ളിൻ്റെ മേൽഭാഗം നോക്കിയിട്ട് സാധാരണ എന്താണ് വാർപ്പിലുണ്ടാവുക. ഇത് ഫുള്ള് കല്ല്. നല്ല രസമുള്ള പള്ളിയാണ്. അങ്ങനെ ഇന്നത്തെ ജുമാ നിസ്കാരം പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ഇവിടുത്തെ ജുമക്ക് ഇമാം എന്ത് ചെയ്ത് ഫസ്റ്റ് തന്നെ വന്നിട്ട് അവിടെ ഇരുന്ന് കുറേ ഖുർആൻ ഓതി. അത് കേൾക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾ നല്ല ആത്മാർത്ഥതയിൽ ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മെമ്പറില്ല, ഇവിടെ മെമ്പറില്ല. മെമ്പറിന് പകരം വേറെ സംഭവം. പിന്നെ ഒരു 2ാം നിലൻ്റെ അത്ര ഹൈറ്റിൽ കയറി എന്നിട്ട് ഖുത്ബ ഓതി. അതും കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടെ എന്താ പറയുക കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ടാവും. ചെറിയ കുട്ടികൾ കന്തൂർ വിട്ടിട്ട് പള്ളിയിൽ നിന്ന് അങ്ങ് ഓടിക്കളിക്കുന്നുണ്ടാവും. അതെല്ലാം കാണാൻ ഭയങ്കര രസമായിട്ടാണ്. പിന്നെ ഇവിടുത്തെ പള്ളികൾക്കൊന്നും ഉണ്ടാവില്ല. 2ാം നില എന്ന് പറയുന്ന സംഭവമില്ല. പക്ഷേങ്കിൽ ഈ പള്ളി ഒരു 3 നിലൻ്റെ ഹൈറ്റ് ഉണ്ടാവും. എത്രത്തോളം ഹൈറ്റിൽ പണിയാൻ പറ്റുമോ അത്ര ഹൈറ്റിൽ പണി. പക്ഷെ ഒറ്റൊരു നില വലിയ പള്ളി. നോക്കിയ പള്ളിൻ്റെ രസം. ഇവിടുത്തെ കുട്ടികളെ കണ്ട ഈ കുട്ടികളെല്ലാം ഇങ്ങനത്തെ കന്തൂർ ഇട്ടിട്ട് വരും. എല്ലാ കുട്ടികളും നല്ല രസമുണ്ട് കാണാൻ. കുറേ എണ്ണം ഒന്നിച്ച് ഇങ്ങനെ ഇതൊട്ട് നടക്കുന്നതാണ്. എല്ലാം വരും പള്ളിയിൽ ഇങ്ങനെ ഓടിക്കളിയാണ്. എത്ര വയസ്സായ ഉസ്താദുകളുണ്ടല്ലോ ഓത്ത് വേറെ ലെവലായിരിക്കും. ഇതാണ് ഈ ഗ്രാമത്തിലെ ഷോപ്പ്. ഒരു ഫാൻസി ഷോപ്പുണ്ട്, ഒരു ചെരുപ്പിൻ്റെ ഷോപ്പുണ്ട്. ആ ചെരുപ്പും ഫാൻസികളൊന്നും തന്നെയല്ലേ ഗൈസ്. ദൂരെ അതാ ഒട്ടകം. പക്ഷെ നമ്മൾ പോകാൻ വേണ്ടി വണ്ടിയായിട്ട് റെഡി ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ടൈമില്ല. ഒട്ടകത്തിനെ കാണാൻ വേണ്ടി. ഒട്ടകത്തിന് നമ്മൾ ഇടുന്നെങ്കിൽ ആയിട്ട് കാണും, പ്രശ്നമില്ല. ഞാണ്ടാ ചെറിയ കുട്ടികളെ. ഇത് നമ്മളെ അടുത്ത ഷോപ്പ്. ഈ കാണുന്നതിൽ ബാർബർ ഷോപ്പുണ്ട്, എന്തെല്ലോ ഷോപ്പുകളുണ്ട്. എല്ലാം ഒരു പോലത്തെ. ഗൈസ് ഇന്ന് സാഹയിൽ നല്ല ബീഫാണ്. മിസ്സായി ഇന്നും കൂടി ഇടുന്നാല നാളെ പോവാ. പക്ഷെ വണ്ടിക്ക് തന്നെ എക്സ്ട്രാ പൈസ കൊടുക്കാൻ കഴിയില്ല. ഇതാണ് സാഹയിൽ കിടക്കുന്ന സ്ഥലം. നല്ല ബെഡ്, കിടന്നാൽ അങ്ങ് ഉറങ്ങിപ്പോവും അങ്ങനത്തെ ബെഡ്. അങ്ങനെ നമ്മൾ ഷാദുൽ ഇമാമിൻ്റെ അടുക്കൽ നിന്ന് വിട പറയുകയാണ്. തിരിച്ച് നമ്മുടെ കൈറോയിലേക്ക് പോവുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ തയ്യാറാണ്. നമ്മളുടെ കപ്പലിൻ്റെ കപ്പിത്താൻ ഉറങ്ങാതെ ഇപ്പോഴും ഉണർന്നിരിക്കുകയാണ്. വണ്ടി ഓടിക്കുമ്പോഴാണ് ചങ്ങായി ഉറങ്ങുക. ഇവിടുത്തെ മിസ്ത്രികളും നമ്മളെ അങ്ങോട്ടുള്ള മിസ്ത്രികളും നല്ല മാറ്റമുണ്ട്. ഇവിടെ ഉള്ളവർക്ക് കുറച്ച് നിറം കുറവാണ്. അപ്പോൾ സുഡാൻ്റെ ബോർഡറിന് വേണ്ടിയിരിക്കും. പിന്നെ സ്വഭാവം ഇവരെ അടിപൊളി, നല്ല സ്വഭാവമുള്ള ആൾക്കാർ, നല്ല സ്നേഹമുള്ള ആൾക്കാർ. ഫൈനലി നോമ്പറക്കാനടിയും കയറാൻ ഇങ്ങനെ കൈയാണ്ട് കുമ്പാണ്. റോഡ് സൈഡിൽ നിന്നും ഒരു ടീം വെള്ളവും ഇത്തപ്പയവും വെള്ളം നാരങ്ങ വെള്ളവും തന്നത്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ നിൽക്കുന്ന കളർ നോക്കിയാൽ
അങ്ങനെ നമ്മൾ നീണ്ട യാത്ര കഴിഞ്ഞ് റൂമിലെത്തി. നീണ്ട കാര്യം വിശപ്പടങ്ങാത്തത് കൊണ്ട് ഒന്ന് സാഹയും കൂടി സന്ദർശിക്കാമെന്ന് കരുതി. വലിയൊരു ഹോട്ടലിൽ കയറി ഫുഡെല്ലാം കഴിച്ചു. നല്ല ഫുഡ് കഴിച്ച്, നല്ല നാട്ടിലൊരു ഷവായി കഴിച്ചു. പക്ഷേങ്കിൽ വയറ് ഫുള്ളായിട്ടില്ല, എന്ത് ചെയ്യാനാ. സോ നമ്മൾ ഒന്ന് സാഹയിൽ കയറി ഫുഡും കൂടി അടിച്ച് റൂമിലേക്ക് പോയി കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാ അല്ലാഹ്.